ഉക്രൈൻ പ്രധാനമന്ത്രി സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും വൈസ് പ്രസിഡന്റ് JD വാൻസുമായും കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ ഈ സെലൻസ്കി ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ കൂട്ട് ഒരു കോട്ടും സ്യൂട്ടും ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കെയാണ് വന്നത്. അതുകൊണ്ട് ചിലപ്പം ട്രംപിന് ദേഷ്യം പിടിച്ചു കാണുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കോട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാണുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരുന്നതിനകത്ത് അതിനെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അത് ഈ കൺസർവേറ്റീവ് അമേരിക്കൻസിൻ്റെ ഒരു നിർബന്ധമാണ് അത്. ടൈയും കോട്ടും ഒക്കെ ഉണ്ടാവണം, ഷൂ ഉണ്ടാവണം എന്നൊക്കെയുള്ളത്. ആ നിർബന്ധത്തിനൊന്നും ആരും വഴങ്ങാറൊന്നുമില്ല. ഇപ്പോൾ ഭൂട്ടാൻ മഹാരാജാവ്, ഇപ്പോൾ അവിടെ രാജാവില്ല, ബട്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് വരുമ്പോൾ അവരുടെ മുട്ടോളം എത്തുന്ന ഒരു പ്രത്യേകതരം ഡ്രസ്സാണ്. മുട്ടിന് താഴെ കാണാം, ചെരുപ്പുണ്ടാവും, പിന്നെ തലയിൽ അവരുടെ പ്രത്യേക അലങ്കരിച്ച ഒരു ജാതി തൊപ്പിയൊക്കെ ഉണ്ടാവും. അത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. അത് വിട്ട് അവർക്ക് കളിയില്ല. ഇപ്പോൾ സൗദി അറേബ്യ, നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം അമേരിക്കയിൽ പോകാറുണ്ട്, അമേരിക്ക സൗദി അറേബ്യയിൽ വരാറുണ്ട്, അന്താരാഷ്ട്ര ചർച്ചകൾ നടത്താറുണ്ട്. എപ്പോഴെങ്കിലും MBSനെ കോട്ടും സൂട്ടുമായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അറബികളുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്, അതാണ് പുള്ളി, അവരുടെ ഒഫീഷ്യൽ ഡ്രസ്സ് അതാണ്. ദാറ്റ് ഈസ് പെർമിറ്റഡ് ഓൾസോ. അതൊന്നും അമേരിക്കയിൽ പ്രശ്നമൊന്നുമല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല. ആളുകൾ കമൻ്റ് അടിക്കുമ്പോൾ പലതുമൊക്കെ പറയും. ഭാരതത്തിൽ നമുക്ക് ഡ്രസ് പ്രോട്ടോക്കോളുണ്ട്. വിത്തിൻ ഇന്ത്യ പ്രസിഡൻറ്റിന് ഒരു ഡ്രസ് പ്രോട്ടോക്കോളുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ പ്രസിഡൻറ്റിനും പ്രധാനമന്ത്രിക്കും ഡ്രസ് കോഡുണ്ട്. നമ്മൾ നിശ്ചയിച്ച ഡ്രസ് കോഡ്, അത് പ്രോട്ടോക്കോളിൻ്റെ പാർട്ടാണ്. ബന്ദ് ഗല എന്ന് പറയും അതിന്. ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ രാധാകൃഷ്ണൻ, KR നാരായണൻ, ഇവരെയൊക്കെ മനസ്സിലൊന്ന് ഓർത്ത് നോക്കി. കഴുത്ത് വരെ ഇങ്ങനെ ബട്ടൺസ് ഇട്ട ഇറുകിയ കഴുത്ത്, ബന്ദ് ഗല, കഴുത്ത് ഇങ്ങനെ ബന്ദ് ചെയ്തിട്ട് ഇങ്ങനെ നെഞ്ചോ അത് ഇങ്ങനെ ഒന്നും കാണരുത്. ആ രീതിയിൽ ഇവിടം വരെ ബട്ടൺസ് ഇട്ട് വയ്ക്കും. നല്ല പ്രോമിനൻ്റായി തിളങ്ങുന്ന ബട്ടൺസ് ആയിരിക്കും. കറുത്തതായിരിക്കും കോട്ട്, കറുപ്പ് അല്ലെങ്കിൽ നീല, രണ്ടിലൊന്നും. മഞ്ഞയിലോ വെള്ളയിലോ ഒന്നും കാണാൻ പറ്റില്ല. അത് ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ കടും നീല, തിരിച്ചറിയാൻ പറ്റില്ല കറുപ്പാണോ നീലയാണോ. ആ രീതി അതിങ്ങനെ ഏകദേശം വയറിന് താഴെ വരെ ആ ബട്ടൺസ് ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ബട്ടൺ ഇല്ലാത്ത കുറച്ച് ഏരിയ, മിക്കവാറും ആ കോട്ട് മുട്ടിൻ്റെ ഒരല്പം താഴെ വരെ ഉണ്ടാവും. അതിനുള്ളിൽ ഈ പൈജാമയാണ്, ചുരുങ്ങി 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 ഇങ്ങനെ ഇരിക്കുന്ന വെളുത്ത പൈജാമ. ശങ്കർദയാൽ ശർമ്മ അതിന് വലിയൊരു ഉദാഹരണമായിരുന്നു. ശങ്കർദയാൽ ശർമ്മ അതിൻ്റെ കൂടെ ഈ കോട്ടിൻ്റെ നിറം ഒന്ന് മാറ്റി ലൈറ്റ് ബ്രൗണോ അതോ ഓറഞ്ചോ സംതിങ്, ഒരു ചെറിയ മഞ്ഞയുടെ അംശമുള്ള ഒരു ഡ്രസ്സ് ധരിക്കുമായിരുന്നു. ഡ്രസ്സ് സെയിം തന്നെ, കളറ് ഒന്ന് മാറ്റിയിരുന്നു. ശങ്കർദയാൽ ശർമ്മ മാത്രമാണ് അതൊന്ന് മാറ്റിയത്. ബാക്കി എല്ലാവരും ഈ ഡ്രസ് കോഡാണ്. സ്ത്രീകൾക്കതില്ല കേട്ടോ. പ്രസിഡൻറ്റ് സ്ത്രീയാണെങ്കിൽ ഈ പറഞ്ഞ കോട്ടും ബന്ധുകലയൊന്നുമല്ല ഇടുന്നത്, അവർ വേറെ. പ്രധാനമന്ത്രിക്ക് ഇൻസൈഡ് ഇന്ത്യ പ്രോട്ടോക്കോളില്ല, ഡ്രസ് പ്രോട്ടോക്കോളില്ല. എനി ഡ്രസ് ഞാൻ, അതാണ് മോദി തോന്നിയ മാസം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന എന്തും, ഏത് കളറും, ഏത് കുർത്തയും. പിന്നെ പുള്ളിയുടെ ഒരു മോദി കുർത്ത എന്ന് പറഞ്ഞ് തന്നെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യാം. ബട്ട് ഔട്ട്സൈഡ് ഇന്ത്യ, ഫോറിനിൽ പോകുമ്പോൾ ഇൻവേരിയബിളി മോദി ഇത് പാലിക്കുന്നതാണ്. മറ്റേ ടൈയും കോട്ടുമായിട്ട് മോദിയെ കാണാൻ പറ്റില്ല. മോദി ബന്ദ് ഗല. ഇപ്പോൾ മോദിയുടെ ഇതിൽ അവർ വ്യത്യാസം വരുത്തി. മോദിയുടെ എല്ലാം നേരത്തെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സിന് ഇളവ് കൊടുത്തു. ഈ ചുരുങ്ങിയിരിക്കുന്ന പൈജാമയ്ക്ക് പകരം സാധാരണ പാൻറ്റും ബന്ദ് ഗലയും. ഇതാണ് ഇപ്പോൾ നമ്മുടെ ജഗ്ദീപ് ധൻകർ വൈസ് പ്രസിഡൻറ്റ് എപ്പോഴും ആ വേഷത്തിലേ കാണുള്ളൂ. എപ്പോഴും ജഗ്ദീപ് ധൻകർ ഒരു സാധാരണ ഷർട്ടും അല്ലെങ്കിൽ കുർത്തയായിട്ട് കാണുമോ? ഇല്ല, കാണില്ല. എപ്പോഴും അങ്ങനെ ഈ പ്രോട്ടോക്കോൾ പാലിക്കും. പ്രധാനമന്ത്രിയും പുറത്തു പോകുമ്പോൾ ഈ ബന്ദ് ഗലയും പാൻറ്റും ആയിരിക്കും, മറ്റേ യൂറോപ്യൻ ഡ്രസ്സല്ല. അതേസമയം വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇത് രണ്ടും ഉപയോഗിക്കും, പ്രോട്ടോക്കോളില്ല. അതുകൊണ്ട് ബന്ദ് ഗലയും ഉപയോഗിക്കും, കോട്ടും ടൈയും ഉപയോഗിക്കും. ചിലപ്പോൾ ഇതൊന്നുമില്ലാതെ
ഷർട്ട് ഫുൾ സ്ലീവ് കഫൊക്കെ ഇട്ട് നല്ല ഡീസൻ്റായിട്ട് അങ്ങനെയും പ്രത്യക്ഷപ്പെടും. പ്രോട്ടോക്കോളില്ല. പൊതുവേ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ഈ ടൈയും കോട്ടും ഇടാറില്ല. അതിനൊരു അപവാദമായിട്ട് ആദ്യം വന്നത് പി ചിദംബരം, അരുൺ ജെയ്റ്റ്ലി, ഇപ്പോൾ ജയശങ്കർ, ഇതുപോലെയൊക്കെയുള്ള ക്യാരക്ടേഴ്സാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെ നമ്മളുടെ ഇന്ത്യൻ ട്രഡീഷൻ ഡ്രസ്സിലേ പോവുള്ളൂ പുറത്ത്. കേന്ദ്രമന്ത്രിമാർ ആരായാലും കേന്ദ്രമന്ത്രിമാർക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ള. ജാവ്ഡേക്കർ ഒരിക്കൽ പ്രൈവറ്റ് ട്രിപ്പിന് പോവുകയാണ് പുറത്ത്, സമ്മർ ഫാമിലിയുമായിട്ട് ട്രിപ്പിന് പോവുകയാണ്. ടീഷർട്ട് ഇട്ട് എയർപോർട്ടിൽ നിൽക്കുന്നു, ഡൽഹി എയർപോർട്ടിൽ ഫ്ലൈറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് ഫോൺ വന്നു, ആ ടീഷർട്ട് മാറ്റി മര്യാദയ്ക്കുള്ള ഷർട്ട് ഇടണം. എരിഞ്ഞിട്ട് അതെ, ജാവ്ഡേക്കർ ഷോക്കായിപ്പോയി. പെട്ടെന്ന് ബാഗ് തുറന്ന് വേറെ ഇതെടുത്തിട്ട് ടോയ്ലറ്റിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് തിരിച്ചു വന്നു. ദാറ്റ് ഈസ് ദ വേ മോദി ഈസ് മോണിറ്ററിങ് ദ ഡ്രസ് കോഡ്. അതായത് നിങ്ങൾ പ്രൈവറ്റ് വെക്കേഷനാണ്, ടൂറിന് പോവുകയാണ്, ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ല. ബട്ട് ഈവൻ ദെൻ യു ആർ എ ക്യാബിനറ്റ് മിനിസ്റ്റർ, ആ ഡിഗ്നിറ്റിക്ക് ഒരു കുറവും വരാൻ പാടില്ല. യു ഷുഡ് നോട്ട് ബി സീൻ ആസ് എ കോളേജ് ബോയ് ഇൻ പബ്ലിക്, വെദർ ഇറ്റ് ഈസ് പ്രൈവറ്റ് ട്രിപ്പ് ഓർ ഒഫീഷ്യൽ ട്രിപ്പ്. അതൊക്കെ ആ ഡിസിപ്ലിൻ മോദി പാലിക്കുന്നുണ്ട്. അത് പാലിക്കാത്ത ഒരാളൊന്നും അല്ല ജാവ്ഡേക്കർ. ബട്ട് ആ സമയത്ത് പ്രൈവറ്റ് ട്രിപ്പാണല്ലോ, അപ്പോൾ ഒരു ജോളി മൂഡിൽ അങ്ങനെ ടീഷർട്ടിൽ, അതും എയർപോർട്ടിനുള്ളിൽ സെക്യൂരിറ്റിയും കഴിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഈ കഴുകൻ കണ്ണുകൾ വരും എന്ന് വിചാരിച്ചില്ല. ബട്ട് ഹി മോണിറ്റേഴ്സ് എവറിത്തിങ്. ഈ സെലൻസ്കി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് അമേരിക്കയാണ് അദ്ദേഹത്തിന് പിന്തുണയൊക്കെ കൊടുത്തത്. അദ്ദേഹം ഒരു TV ഷോയിലൂടെ ഒക്കെ വന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എവിടെ ചെല്ലുമ്പോഴും ഇത്തരത്തിലുള്ള ടീഷർട്ടൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഈ ഓവൽ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് നല്ല ടിപ്പായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ കാഷ്വലായിട്ടൊരു ടീഷർട്ടൊക്കെ ഇട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രസിഡന്റിനെ ഇൻസൾട്ട് ചെയ്യാനാണോ എന്ന് തോന്നിപ്പോയാൽ എന്നെ തെറ്റു പറയാൻ പറ്റില്ല. തെറ്റില്ല, അത് തോന്നിയെന്ന് വരും. അത് സെലൻസ്കി ആയിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. സെലൻസ്കി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിരുന്നു. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ആലോചിച്ച് നോക്കുന്നത്. ഹി ഹാപ്പൻ ടു ബി ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഹാപ്പൻ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് യുക്രൈൻ. അതാണ് അയാൾ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അയാൾക്കറിയില്ല. ഇങ്ങനെയുള്ളവരെ ഈ ഡീപ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത് വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. സെലൻസ്കി ഓൾമോസ്റ്റ് ലോകത്തെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നു. ഉക്രൈനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മോശക്കാരാണ്. പാലസ്തീൻ ഇതില്ലേ, പാലസ്തീൻ ഇക്വേഷൻ, പാലസ്തീനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സിനുജി തല്ലിപ്പൊളിയാണ്. ഈ ഇക്വേഷൻ കൊണ്ടുവരും. അപ്പോൾ സിനുജി വിചാരിക്കും, പാലസ്തീനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ മോശക്കാരായി പോവില്ല, പാലസ്തീനെ സപ്പോർട്ട്. പാലസ്തീനെ സപ്പോർട്ട് ചെയ്തില്ല, സിനുജിയെ എതിർക്കുന്നു എന്ന് വെച്ചോ, അവർ നിലവിളിക്കുക, അയ്യോ 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 ഞങ്ങളെ ആക്രമിക്കുന്നതെന്ന്. ഇതാണ് വിക്ടിം കാർഡ്. ഈ വിക്ടിം കാർഡ് കളിച്ചാണ് സെലൻസ്കിയും. അതിപ്പോൾ ഡീപ് സ്റ്റേറ്റ് കളിപ്പിക്കും. ഇങ്ങനെ അവർക്കറിയാം എങ്ങനെ ഒരു വിക്ടിം കാർഡ് കളിക്കണം. ഇത് അതവരുടെ ഒരു അവകാശമാണ്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഏറ്റവും അധികം കളിക്കുന്നൊരു സാധനമാണ് വിക്ടിം കാർഡ്. ആ വിക്ടിം കാർഡ് മുസ്ലിം വിക്ടിം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റക്കാരനാവും. അതുകൊണ്ട് നമ്മുടെ ചാനലുകൾ, പത്രപ്രവർത്തകർ എല്ലാവരും അയ്യോ 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 അയ്യോ. അതേസമയം ഇത് സംഭവം ലിമിറ്റ് കഴിഞ്ഞ് പോയി എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ SDP-യുടെ അവരുടെ ഏറ്റവും ഹയസ്റ്റ് പ്രസിഡൻ്റാണല്ലോ, എന്താ നിങ്ങളുടെ പേര്, ഫൈസിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. സാധാരണഗതിയിൽ കേരളത്തിൽ വലിയ ചർച്ചയും പ്രതിഷേധവും ബഹളവും ഒക്കെ നടക്കേണ്ടതാണ്. മിയർലി ബിക്കോസ് ഹി ഈസ് എ മുസ്ലിം, ഹി ഈസ് എ വിക്ടിം എന്ന് പറഞ്ഞിട്ട് നടന്നില്ല. ഈ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്യാതെ ഇഷ്യൂ എന്നാക്കി കളഞ്ഞു. കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വിക്ടിം കാർഡ് കളിച്ചാൽ ഇപ്പുറത്ത് ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവും. ഇതാണ് പേടി. ഹിന്ദു കൺസോളിഡേഷൻ്റെ പേടി വളരെ വലുതാണ്, കേരളത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഈ സിന്ധു സൂര്യകുമാർ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസമുള്ളവർ കുംഭമേളയ്ക്ക് പോകുന്നു, 100% ലിറ്ററസി, മൈ ഗോഡ് വാട്ട് ഈസ് ദിസ്. അവർക്ക് സങ്കടം സഹിക്കുന്നില്ല. അവരിതിൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുത്വത്തോട് വെറുപ്പായിരിക്കണം എന്നാണ്. അങ്ങനെയല്ല, ഇത് സ്നേഹം കൂടി വരുന്നു. അത് പാടില്ല. സ്നേഹം കൂടേണ്ടത് ഇസ്ലാമിനോടാണ്, ഹിന്ദുക്കളോടല്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻസ് മനസ്സിൽ ചെറുപ്പം മുതലേ അടിച്ചടിച്ചേൽപ്പിച്ച് അങ്ങനെ പ്രോഗ്രാം ചെയ്ത മൈൻഡ്സാണ്. അവരുടെ കുറ്റമൊന്നുമില്ല, സ്വാഭാവികമായിട്ട് അത് വരും. ഈ വിക്ടിം കാർഡൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഈ സെലൻസ്കിയും ചെയ്തത്. ബട്ട് ട്രംപ് വേറൊരു ഇതാണ് കേട്ടോ, മീഡിയ സൃഷ്ടിയാണ് ട്രംപ് ഒരു ടോക്ക് ഷോ ഒക്കെ നടത്തിയിരുന്നു പണ്ട്. അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളൊക്കെ എപ്പോഴും യൂട്യൂബിലുണ്ട്. ട്രംപ് ആങ്കറായിട്ട് എന്തോ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ തോറ്റവർ യു ആർ ഫയർഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് യു ആർ ഫയർഡ് എന്ന് പറഞ്ഞാൽ ട്രംപിനെ ഓർക്കുന്ന സ്ഥിതി അന്ന് വന്നിരുന്നു ടി വിയിൽ. അപ്പോൾ സെലൻസ്കി ഒരു ടി വി ജീവിയാണ്. സെലൻസ്കി പഠിച്ച സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്നു ട്രംപ്. അത് സെലൻസ്കിക്ക് അറിയാതെ പോയി. അതാണ് പ്രാഥമികമായിട്ട് സംഭവിച്ചത്. രണ്ടു പേർക്കും ക്യാമറ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാം. ക്യാമറയുടെ മുമ്പിൽ എന്ത് പറഞ്ഞാൽ എവിടെ ചെല്ലും, എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ലൈവായിട്ട് അത് ഫൈനൽ വേർഡ് എന്തായിരുന്നു ട്രംപിൻ്റെ? ഇറ്റ്സ് എ ഗുഡ് ടെലിവിഷൻ ഷോ അല്ലേ, പറഞ്ഞതല്ലേ, നമ്മളെല്ലാം കേട്ടു. ലാസ്റ്റ് വേർഡ് അതായിരുന്നു, ഇറ്റ്സ് എ ഗുഡ് ടെലിവിഷൻ ഷോ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. എന്നിട്ട് ചെയ്യാനുള്ളത് ചെയ്തു. ഇപ്പോൾ ദേ ആ ചെറുക്കൻ നിലവിളിക്കുന്നു, ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിൽ എഴുതി വെച്ചിരിക്കുന്നു. ട്രംപ് മിണ്ടുന്നില്ല. പല കാര്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ വിചാരിച്ച് ഇതുപോലെ ട്രംപിൻ്റെ മുമ്പിൽ ഈ സെലൻസ്കി ടീഷർട്ടൊക്കെ ആയിട്ട് എന്നുകൊണ്ടാണ് മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിൻ്റെ കൂടെ ഈ പരാമർശം ഉണ്ടായി കഴിയുമ്പോൾ തന്നെ വിവേക് രാമസ്വാമി ഒരു ടി വി ഷോയിൽ ഷൂ ഇല്ല, ചെരുപ്പുമില്ല, നഗ്നപാതനായിട്ട് കസേരയിലിരിക്കുന്നു. കാല് ഇവർ സൂം ചെയ്ത് കാണിക്കുന്നു, കാലിലൊന്നുമില്ല. വിവേക് രാമസ്വാമി ട്രംപിൻ്റെ വളരെ അടുത്ത ആളാണല്ലോ വിവേക് രാമസ്വാമി. അപ്പോൾ അതിനിപ്പോൾ എന്ത് പറയും? ഒരുപക്ഷെ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. പാദരക്ഷകൾ പുറത്തിടുക എന്ന് പറഞ്ഞിട്ട് പാദരക്ഷ എടുത്ത് പുറത്തിട്ടാണെങ്കിൽ എന്ത് സംഭവിച്ചെന്നറിയില്ല. ഏതായാലും ചെരുപ്പുമില്ല, ഷൂ ഇല്ല, സോക്സ് ഇല്ല, ഒന്നുമില്ല വിവേക് രാമസ്വാമിക്ക്. ഈസ് അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ. അപ്പോൾ അത് ഈ പറഞ്ഞ് നിങ്ങൾ കാര്യഗൗരവത്തോടെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വേഷത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ പുല്ലിനെയൊക്കെ ആദ്യം വെല്ലുവിളിച്ചവൻ മഹാത്മാഗാന്ധിയാണ്. ബക്കിംഗ്ഹാം പാലസിൽ എലിസബത്ത് റാണിയെ കാണാൻ പോകുമ്പോൾ താറൊക്കെ പാച്ചി തെങ്ങ കയറാൻ പോകുന്ന പോലെയാണ് മഹാത്മാഗാന്ധി പോയത്. അപ്പോൾ റാണി ഇതെന്ത് വേഷം, ഇത് നേരെ ആവശ്യത്തിന് തുണിയില്ല, ആവശ്യത്തിൽ കൂടുതൽ റാണി ഉടുത്തിട്ടുണ്ടല്ലോ. കാരണം റാണി വരുന്ന കണ്ടിട്ടില്ല, പുറകിൽ അവരുടെ ഈ വസ്ത്രത്തിൻ്റെ ബാക്കി പൊക്കി പിടിക്കാനായിട്ട് 3-4 പേരുണ്ടാവും, വലിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അത്രയും തുണി റാണി ഉടുത്ത സ്ഥിതിക്ക് പിന്നെ ഞാൻ അത്രയും കുറച്ചുകൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞവനാണ് മഹാത്മാഗാന്ധി. ഒരുത്തനെയും വകവയ്ക്കില്ല. വട്ടമേശ സമ്മേളനം എന്ന് പറയും പുള്ളി അപ്പോഴും ഈ താറൊക്കെ പാച്ചി ചിലപ്പോൾ തീരെ തണുപ്പാണെങ്കിലും ഒന്ന് പുതയ്ക്കും, ഇല്ലെങ്കിൽ അതുമില്ല, ബെയർ ബോഡിയുടെ ആയിട്ട് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ചർച്ചിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ നെവർ കെയർഡ് ഫോർ ഓൾ. ഈ സായിപ്പന്മാരുടെ അവൻ്റെ വേഷത്തെ പോലും പുച്ഛിക്കുന്ന പ്രവൃത്തിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ. അതേസമയം പെരുമാറ്റത്തിൽ വളരെ പൊളൈറ്റും ഈ പറഞ്ഞ പോലെ ഷോയ്ക്ക് വേണ്ടി പറയുക, ഇതൊന്നും മഹാത്മാഗാന്ധിക്കില്ല. ബട്ട് ഈ വേഷത്തിലൂടെ അദ്ദേഹം സാമ്രാജ്യത്വത്തെ വെല്ലുവിളിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.